ലേറ്റേ അടങ്ങിയിരിക്കണേ. ഒന്നാമത് ടീം ഞാനവിടെ കളിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് കേട്ടാ ചുമ്മാ ശല്യപ്പെടുത്തില്ലേ. എടി അടങ്ങിയിരിക്കാനുണ്ട്. ഒരു വൈദ്യം വെച്ചുകൊണ്ടിരിക്കും ഇവിടെ കേട്ടോ. ഒന്നാമത് താടി മുടി വളരാനുള്ളൊരു ഔഷധം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാണില്ല അതാ കൈക്കാരിയാ. കൈക്കാരി എടാ ഒരു കൈ സഹായത്തിന് വന്നതാണ്. നീ ലതേ കാണാനാണ് എന്നെ കാണാനാണോ വന്നത്? വൈദ്യരെ കാണാൻ വന്നാണ്. ഇപ്പൊ എന്താ വേണം? എന്റെ കണ്ണിന് അസുഖം. എനിക്ക് പിന്നെ അവനെ പോയി വിളിച്ചോണ്ടു. ആരെ? അല്ല കണ്ണൻ അസുഖമാണെന്ന് പറഞ്ഞു. ആ കണ്ണൻ അസുഖം എന്നല്ല, നീ എന്റെ കണ്ണിന് അസുഖം എന്നാ പറഞ്ഞത്. കണ്ണിന് അസുഖം? ആ ഇത്രയേ ഉള്ളൂ. കുറച്ചു നേരം ശൂന്യതയിലോട്ട് നോക്കിയത് മതി. മാറും. അപ്പൊ ശൂന്യത നോക്കിയാൽ മാറുമോ? പിന്നെ ആ എന്നാ നോക്കണം. അതല്ലേ പറഞ്ഞ ശൂന്യതയിലേക്ക് നോക്കാൻ. ഈടെ ഇതിനകത്ത് നോക്കാനാണോ നിന്നോട് പറഞ്ഞത്? പിന്നെ ഈടെ നിന്നെ ഞാൻ എവിടെയും കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ എന്നെ മനസ്സിലായില്ലല്ലേ? കോട്ടയം ടൗണ് മൊത്തം കിടുകിട പറപ്പിച്ച കൂരി വിക്രമൻ. ഇതെന്നാണ് നിന്റെ കയ്യിൽ? അതെന്നാന്നറിയത്തില്ല, കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി ഭയങ്കര വേദന. എന്താ ഇതല്ലയോ ആദ്യം പറഞ്ഞു. ഇങ്ങോട്ട് പോയ ഇത് കുഴിന കൈ നാരങ്ങ വെച്ചാൽ മതി, മാറും കേട്ടോ. ആ നാരങ്ങ കൊണ്ട് ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്നില്ല. അല്ല നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താ? നീ ചൂടാവുമല്ലായിരുന്നു. ആ എന്നെ മനസ്സിലായില്ല. കൂരി വിക്രമൻ എവിടെ ഊരി കിടക്കുന്ന? അത് ഊരി കിടക്കുന്നുണ്ട്. കൂരി വിക്രമൻ. ഊരി വിക്രമനോ? എടാ നീയാണോ നിന്റെ അച്ഛനാണോ കഴിഞ്ഞ ആഴ്ച മരിച്ചത്? അയ്യോ ഞാനത് മരിച്ചെങ്കിൽ ഇവിടെ പന പോലെ വന്ന് നിൽക്കുമോ? എന്റെ അച്ഛനല്ലേ മരിച്ചത്. എങ്ങനെ മരിച്ചു? എന്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞാൽ പാട്ട് പാടിച്ചോണ്ടിരിക്കും, ഇപ്പൊ മരിച്ചു. അറ്റാക്ക് ചെയ്തായിരിക്കും. ആ അറ്റാക്ക് ആയിരുന്നു. കുഞ്ഞമ്മ മരിച്ചപ്പോ കാൽക്കീഴ് വന്ന് പാലോ പാലോ എന്ന് പാടിയ നാട്ടുകാരെ അറ്റാക്ക് ചെയ്യത്തില്ലേ? ആ തുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഉണ്ട്. വേണ്ടേ ഈ തുണ്ടിന്റെ കാര്യം വന്നോളാം ഞാൻ പറഞ്ഞത്. പിന്നെ എടാ മരുന്ന് എഴുതിയ തുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? അതോ അതുണ്ട്. ഇതൊക്കെയല്ലോടെ ആകെ എടുക്കേണ്ടത്. ഈ ലിസ്റ്റും പ്രകാരമുള്ള സാധനം കൊണ്ടുവന്നു. എല്ലാ സാധനവും ഉണ്ട്. അങ്ങനാണെന്നുണ്ടെങ്കിൽ കുറുന്തോട്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്ന് തോട്ടി. ഈയിടെ തോട്ടിയുടെ കാര്യമാണോ പറഞ്ഞത്? കുറുന്തോട്ടിയുടെ കാര്യമല്ലേ പറഞ്ഞത്? അത്തിക്കമ്പ് കൊണ്ടുവന്നിട്ടുണ്ടോ? അത്തിക്കമ്പ് ഇന്നലെ രാത്രി തൊട്ട് ഞാൻ തപ്പിയതാണ്. പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടോ? അറസ്റ്റ് ചെയ്തു. അച്ഛന്റെ അസ്ഥി. അച്ഛന്റെ അസ്ഥി കൊണ്ടുവരാണോ പറഞ്ഞത്? എടാ അത്തിക്കമ്പ് കൊണ്ടുവരാനല്ലയോ പറഞ്ഞത്? പിന്നെ മറ്റേത് കിട്ടിയില്ല കേട്ടോ. എന്തോ ഇന്ദുവിന്റെ ഒപ്പ് വേണമെന്ന് പറഞ്ഞ അതിൽ എഴുതിയപ്പോണ്ടല്ലോ. ആര് പറഞ്ഞു ഇന്ദുവിന്റെ ഒപ്പ്? അതിൽ എഴുതിയേക്കുന്നു. ഇന്ദുപ്പ് കൊണ്ടുവരാനാണോ പറഞ്ഞേക്കുന്നത്? ഇന്ദുപ്പൊന്നും എവിടെ നിൽക്കുന്നതിനെ കൊള്ളം മരുന്ന് ഞാൻ എടുത്തു തരാം കേട്ടോ. എന്നാണോ എന്താ ഭയങ്കര വാട? ഞാൻ ആ പല കൊച്ചിനോട് അപ്പോഴേ പറഞ്ഞ ഉരുളക്കിഴങ്ങ് വെച്ചൊന്നും ഉണ്ടാക്കരുത്. അയ്യോ അതല്ല, നാട്ടിൽ എലി എത്ത് കിടക്കുന്നു. ചെയ്യരുത്. മൊത്തം എലിയുടെ ശല്യം വേണം. എന്നാ പിന്നെ ഒരു പൂച്ച വളർത്തിക്കൂടെ? വളർത്തരുതോ? എറണാകുളത്തോന്ന് ഞാനൊരു പൂച്ച ഇവിടെ കൊണ്ടുവന്നു. ഇതിവിടെ കിടന്ന് പെറ്റുവരിക്ക് പൂച്ചയാണോ കൂടുതൽ എലിയാണോ കൂടുതൽ അറിയാൻ പോയാൽ നടക്കുക. ഇവിടെ മൊത്തം ഞാൻ മറ്റേ ബ്രെഡിനകത്ത് വിഷം വെച്ചേക്കുക. ഈ എലി എല്ലാം കൂടെ ഈ വിഷം മാത്രം തിന്നിട്ടുണ്ടല്ലോ. ഇതിന്റെ ഫ്രെയിം കഴുത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം നടക്കുക. എങ്ങാനും നീ ഇതിനെ കൊന്നെങ്കിൽ നാളെ നീ സെലിബ്രേറ്റ് കൊന്നെന്നും പറഞ്ഞിട്ട് ഇവിടെ നടന്നേ. അവിടെ നിൽക്ക്, നിനക്ക് ഞാൻ വരുന്നേ. പോയോ? എന്നെ പോക്കടേ പോയി. എന്താന്നറിയത്തില്ല, ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുമ്പോ എനിക്ക് BP കൂടുക. അയ്യോടാ ഒരു ഗുണ്ടാ നിൽക്കുന്നു. അത് സത്യം. ഞാനിനി BP കുറയുള്ള മരുന്നിന് ഏത് കട്ടിപ്പോ? ആട്ടു സൂപ്പ് ഉണ്ടോ? അത് പറ. നീ പോണ്ട നിൽക്കുന്നുണ്ടോ? തൂപ്പ് കുറച്ചൊടിക്കണം, ബാക്കി അവിടെ നിർത്തിയേക്കണം. ഇവിടെ താടിന് കൊടുക്കാനുള്ളൂ. ആട്ടും തൂപ്പിന്റെ കാര്യമില്ല, ആട്ടു സൂപ്പിന്റെ കാര്യം ഞാൻ ചോദിച്ചത്. ഇത് വൈദ്യക്കടയല്ലോ, അല്ലാതെ ബേക്കറി ഒന്നുമല്ലല്ലോ ഇയാൾക്ക് ഇവിടെ ആട്ടു സൂപ്പ് തരാനായിട്ട്. ഇതിന്റെ പ്രമേഹം മാറിയോ? അതെല്ലാം നിർത്തി. ആഹാ എല്ലാം നിർത്തി. പ്രേമം എല്ലാം നിർത്തി. പ്രേമം നിർത്താന്ന കാര്യം പറയൂടാ. പിന്നെ എടാ നിന്റെ പഞ്ചാരയുടെ അസുഖം മാറിയോന്നാ ചോദിച്ചത്. പഞ്ചാരയുണ്ട്. അയ്യോടെ നാട്ടിൽ നിന്ന് കുണുങ്ങുന്ന നീ വന്ന് എന്തൊക്കെ മരുന്ന് വാദം നാക്കും നീട്ടിക്ക്. എന്താ എനിക്ക് നാണോ? ഇവിടെ നാക്ക് ഇവിടെ തുണിയില്ലാതെ നിൽക്കുമല്ലയോ? എടാ അതല്ല പറയാം, ഞാൻ തരുന്ന മരുന്നൊക്കെ നീ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ? കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ട്. പത്യം നോക്കണം. ഇന്നും രാവിലെ ചോറ് കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നത്. ആർക്ക്? പട്ടിക്ക് കൊടുത്ത്. പട്ടിക്ക് ചോറ് കൊടുക്കുന്ന കാര്യമാണെന്നാ പറഞ്ഞു. എടാ പത്യം നോക്കുന്ന കാര്യമല്ലോടാ പട്ടി പറഞ്ഞത്. അത് തന്നെ. പിന്നെ വൈദ്യുതി ഞാനൊരു കാര്യം ചെയ്യും. എന്താണ് ഈ വൈദ്യശാലിക്ക് പേരിടാത്തത്? അയ്യോ അതോ എടാ എന്റെ പെണ്ണും പിള്ളയുടെ പേര് ആദ്യത്തെ അക്ഷരം വെച്ച് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഞാനത് വേണ്ട. അല്ല വൈദ്യരുടെ പേരെന്താണ്? എന്റെ പേര് പളനി. പളനി. അപ്പൊ ഭാര്യയുടെ പേര്? റീത്ത. റീത്ത. അയ്യോ അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. അതുകൊണ്ടാണ് വൈദ്യശാല മാത്രം ഞാൻ എഴുതി വെച്ചത്. അയ്യോ ഞാനൊരു കാര്യം മറന്നുപോയി കേട്ടോ. ഇന്നും രാവിലെ ഞാൻ കവറിനകത്ത് എടുത്തിട്ട് എന്റെ കണ്ണി വെക്കുന്ന സെക്സ് എടുത്തില്ല. സെക്സോ? ആ പന്ന പുസ്തകം കൊണ്ട് വേറെ കാര്യം ഞാൻ പറയാം. അയ്യോ അതല്ല, പന്ന പുസ്തകം കണ്ണി വെക്കുന്ന സാധനം ഇല്ലേ സെക്സ്? അയ്യോ അത് സെക്സ് അല്ലടാ, സ്പെക്സ്, കണ്ണാടി. കണ്ണാടി. അയ്യോ അങ്ങോട്ട് പോകുമ്പോ ആ കൊല എടുത്ത് തൂക്കിയിട്ട് പോണം. ഏത് കൊല? ഇതായിരിക്കുന്ന കൊല എടുത്ത് അങ്ങോട്ട് തൂക്കണം. എന്റെ കൈ വയ്യ. ഈടാ ഈ കൊല എടുത്ത് ഇവിടെ തൂക്കുന്ന കാര്യമല്ലയോ ഞാൻ പറഞ്ഞത്? എന്റെ കയ്യിൽ എണ്ണ ആയതുകൊണ്ടല്ലോടാ ഇത് ഞാൻ അങ്ങോട്ട് തൂക്കാൻ പറഞ്ഞു. ഇത് നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. ഈ കൊല എടുത്ത് ഇവിടെ തൂക്കുന്ന കാര്യമല്ലേ? അതെന്റെ കൈ വയ്യെന്ന് ഞാൻ പറഞ്ഞത്. എടാ എന്നെ ഈ കൊല എടുത്ത് ഇവിടെ തൂക്കാനാണോ ഞാൻ പറഞ്ഞത്? വേണ്ട, നിന്റെ സഹായം വേണ്ട. എന്റെ കൈ ഒഴിയുമ്പോ ഞാൻ അത് ചെയ്തോളാം. മതി. അത് പോട്ടെ, നിനക്ക് മരുന്ന് തന്നാ നീ ഇവിടുന്ന് പോകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോയോ?
ഇവനെന്നാണോ വല്ല യാത്ര ഉണ്ടായതാണോ? പറഞ്ഞിട്ട് പോകരുതോ? അയ്യോ വൈദ്യരേ, എന്നെ പറ്റും വൈദ്യരേ, എന്താ പറ്റി? ഇത് എന്തെണ്ണയാണ് ഉണ്ടാക്കുന്നത്? ഇത് താടി മുടി വളരെയുള്ള എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പൊ എന്റെ കാര്യം സാമ്പിൾ സൗജന്യം.